ഹായ് ഫ്രണ്ട്സ്, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഏത്തവാഴ കൃഷിയെക്കുറിച്ചാണ്. നമ്മൾ ഏത്തവാഴ കൃഷി ചെയ്യുമ്പോൾ വേനൽക്കാലത്ത് ഏത്തവാഴ കൃഷിയിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. മികച്ച വിളവിനായി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. വാഴയ്ക്ക് വേനൽക്കാലത്ത് ധാരാളം വെള്ളം ആവശ്യമാണ്. ആഴ്ചയിൽ 2 വട്ടം ചുരുങ്ങിയത് വെള്ളം ഒഴിക്കുന്നത് നല്ലതാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഉണങ്ങിയ കരിയിലകൾ വാഴയുടെ ചൂട്ടിൽ കൊണ്ട് പൊതിയിടുന്നത് നല്ലതാണ്. അത് ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കാറ്റിൽ നിന്നുള്ള സംരക്ഷണം അത് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, വേനൽക്കാലത്ത് ശക്തമായ കാറ്റ് വാഴ ഒടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതിനാൽ കുലച്ച വാഴ താങ്ങുകൾ നൽകുന്നത് നല്ലതാണ്. മണ്ണിൽ ഈർപ്പമുള്ളപ്പോൾ മാത്രം വളം നൽകാൻ ശ്രദ്ധിക്കുക. കടുത്ത വെയിലുള്ള സമയത്ത് രാസവളങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ജൈവവളങ്ങൾക്ക് മുൻഗണന നൽകുന്നതാണ് നല്ലത്. വേനൽക്കാലത്ത് പ്രത്യേക ഒരു ശ്രദ്ധ വേണ്ടതെന്ന് പറഞ്ഞാൽ പുഴുക്കളുടെ ശല്യം കൂടുതലാണ്. കടുത്ത ചൂടിൽ തടതുരപ്പൻ പുഴുക്കളുടെ ശല്യം കൂടുതലാണ്. അതുപോലെ തന്നെ വാഴയുടെ തടം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. ആവശ്യമെങ്കിൽ കൃഷി വകുപ്പിൽ നിന്ന് നമ്മൾ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുക. അത് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനെ പ്രതിരോധിക്കാൻ നമ്മൾ ചെയ്യേണ്ട മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ, രോഗമില്ലാത്ത തൈകൾ മാത്രം നടുന്നതായിരിക്കും നല്ലത്. രോഗം ബാധിച്ച വാഴകൾ ചൂടോടെ പിഴുതു കളയുന്നത് നല്ലതാണ്. വാഴയ്ക്ക് വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് വാഴയുടെ വളർച്ച മുരടിക്കുകയും ഇല കുത്തനെ അരികുകൾ ചുരുണ്ട് കാണപ്പെടുകയും ചെയ്യും. ഇത് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പ്രധാനമായും മുഞ്ഞകൾ വഴിയാണ് പകരുന്ന ഒരു രോഗമാണിത്. കൂമ്പുവാട്ടം എന്നാണ് ഇതിന് പറയുന്നത്. പിന്നെ സാധാരണ വാഴകളിൽ കണ്ടുവരുന്ന രോഗം ഇലപ്പുള്ളി രോഗങ്ങളാണ്. ഇലകളിൽ നീളത്തിൽ തവിട്ട് നിറമുള്ള പുള്ളികൾ ഉണ്ടാവുകയും പിന്നീട് അത് ഇലകൾ കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. ഇത് കുലകളുടെ തൂക്കം കുറയ്ക്കാൻ കാരണമാകും. അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഒരു രോഗം എന്ന് പറഞ്ഞാൽ വാട്ടരോഗമാണ്. വാട്ടരോഗം എന്ന് പറഞ്ഞാൽ മണ്ണിലൂടെ പകരുന്ന ഒരു ഫംഗസ് രോഗമാണിത്. ഇലകൾ മഞ്ഞ നിറമായി തളർന്നു തൂങ്ങുന്നതാണ് പ്രധാനമായി ലക്ഷണം കാണിക്കുന്നത്. അപ്പോൾ കൂടുതൽ നമ്മൾ വാഴകൃഷി ചെയ്യുന്ന സമയത്ത് കൂടുതൽ പരിചരണം ആവശ്യമാണ്. വേനൽക്കാലത്ത് കൂടുതൽ ശ്രദ്ധ വേണം വാഴകൃഷിയിൽ. ചാനലിൽ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വാഴത്തൈകൾ തിരഞ്ഞെടുക്കുന്നത് മുതൽ അതിൻ്റെ വിളവെടുപ്പ് വരെയും നമ്മളത് പ്രത്യേക ശ്രദ്ധ കൊടുക്കണം.